നീ കാണിക്കണത്? അല്ല മണം കിട്ടാൻ വേണ്ടി. മണം കിട്ടാൻ വേണ്ടി ഡ്രസ്സിനൊക്കെ സ്പ്രേ അടിച്ചു നോക്കടാ. നീ എത്ര മണിക്കാണ് കടയിൽ വന്നത്? ഞാൻ 8 മണിക്ക്. എന്നിട്ട് എത്ര മണിക്കാണ് ഷോപ്പ് തുറന്നത്? 10 മണിക്ക്. 8 മണിക്ക് കടയിൽ വന്ന ആള് 10 മണിക്ക് ഷോപ്പ് തുറന്നു. അപ്പൊ 2 മണിക്കൂർ നീ എവിടെയായിരുന്നു? താക്കോൽ എടുത്തില്ല. എടാ നീയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കാലത്തെ കുളിച്ചൊരുക്കി ഇങ്ങോട്ട് വരുന്നത്? നിന്നെ കൊണ്ടൊക്കെ എന്തൊരു ശല്യമാണ്. നിനക്കൊക്കെ ഒരു കോമൺ സെൻസ് ഇല്ലടാ. മുതലാളി എപ്പോഴും എന്നെ മാത്രം എന്തിനാ ചീത്ത വിളിക്കുന്നത്? ഇവിടെ 2 സെയിൽമാനുണ്ടല്ലോ, മറ്റേ പെണ്ണുങ്ങള്, സെയിൽസ് ഗേൾസ്. അവരുണ്ടല്ലോ. അവരെ ഇതുവരെ എന്തെങ്കിലും ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. എടാ നീ തെറ്റ് ചെയ്തിട്ടാണ് നിന്നെ ഞാൻ ചീത്ത വിളിക്കുന്നത്. അവര് തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവരെ ഞാൻ ചീത്ത പറയും. ഇപ്പൊ തന്നെ മണി 10 ഇനി അവരിവിടെ എത്തിയിട്ടില്ല. ദീപ്തി, ഇതിവിടെ നടക്കൂല. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എവിടെയായിരുന്നു? ഞാൻ അമ്പലത്തിൽ പോയതാ. അമ്പലത്തിലാ? എന്ത് കാര്യത്തിന്? നമ്മുടെ കടയിൽ ഒരുപാട് കച്ചവടം ഉണ്ടാവാനും സാറിന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടി അമ്പലത്തിൽ. എടാ എങ്ങനെ ഞാൻ ചീത്ത പറയും? നമ്മുടെ കടയ്ക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അവൾ അമ്പലത്തിൽ പോയത്. അതുകൊണ്ടാണ് ലേറ്റ് ആയത് ആ കുട്ടി. അതുകൊണ്ട് പറയാ നടക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. കുന്നപ്പള്ളിയിലെ നേർച്ചയാണ് സാറേ. നമ്മുടെ കടക്ക് സാറിന്റെ നല്ലതിന് വേണ്ടി ഞാൻ മെഴുകുതിരി കത്തിക്കാൻ പോയതായിരുന്നു. എന്റെ ദൈവം, ഇവര് അമ്പലത്തിൽ പോയി അർച്ചന നടത്തി മെഴുകുതിരി കത്തിച്ചു. എന്നെ ഒരു മൂലക്ക് ഇരുത്താതിരുന്നാ മതി. ഞാൻ അങ്ങോട്ടുള്ള വഴിയിലാണ്. അതെ അതെ, ഇടയ്ക്ക് ജസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് കയറിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോകുന്ന വഴിയാണ്. ഒരു 3 crore ഒരു എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്യാൻ പോണത്. ഓക്കെ ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. ശരി ശരി, ഓക്കെ ഓക്കെ. സോറി, കട മാറിപ്പോയി. ഞാൻ ടെക്സ്റ്റൈൽസ് ആണെന്ന് വിചാരിച്ച, ഹോട്ടലായിരുന്നല്ലേ? ടെക്സ്റ്റൈൽസ് തന്നെയാണ്. ടെക്സ്റ്റൈൽസ് ആണോ? ഇത് നമ്മുടെ കസ്റ്റമർ ഡീൽ ചെയ്യുന്ന ഒരു രീതിയാണത്. ഓക്കെ, വളരെ സന്തോഷം. കൊള്ളാം, നല്ല കാര്യങ്ങൾ കേട്ടോ. പ്ലപ്പങ്ങയാ കുടിച്ചോ, നല്ല രസമുണ്ട്. വെറൈറ്റി ആണ്. അടിപൊളി, സൂപ്പർ. മാംഗോ ജ്യൂസ്. മാംഗോ ജ്യൂസ് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ സെറ്റപ്പ് വളരെ മനോഹരമായിട്ടുണ്ട്. താങ്ക് യു സാർ. നമുക്കപ്പോ എന്താണ് സാർ പർച്ചേസിംഗ്? നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എനിക്ക് ഒരു 15 രൂപയുടെ കർച്ചീഫ് വേണം. ഭയങ്കര ചൂട്, ഒന്ന് വൈപ്പ് ചെയ്യണ്ടേ? അത് കർച്ചീഫ് എടുക്ക്. 15 രൂപയുടെ കർച്ചീഫിനാണ് 50 രൂപയുടെ ജ്യൂസ്. നല്ല കാര്യമുള്ളതാണ്. ബിസിനസ് എന്താണെന്ന്, എങ്ങനെയാണ് കച്ചവടം പിടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. നീ പോയാ കർച്ചീഫ് എടുത്തോട്. സാറേ കർച്ചീഫ് എടുത്തോളൂ. സാറേ എക്സ്ക്യൂസ് മീ, നമ്മളെ ആദ്യമായിട്ടുള്ള ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ആണല്ലേ, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ദിവസം കൊണ്ട് ഇറങ്ങണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സാറേ ഈ കർച്ചീഫ് സാർ ഉദ്ദേശിച്ച പോലെ 15 രൂപയുടെ കർച്ചീഫ് അല്ല, പിന്നെ ഇത് 25 രൂപയുടെ കർച്ചീഫാണ്. ഇച്ചിരി ഹെവിയാണ്, താല്പര്യമില്ല എങ്കിലും കുഴപ്പമില്ല. സാറേ ഞാനൊരു കാര്യം പറയട്ടെ, സാറിന് ശരിക്കും മുണ്ടുടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചേർച്ചയായിരിക്കും. ശരിക്കും സാറേ ഈ കർച്ചീഫിന്റെ കര കണ്ട ഒരു വെറൈറ്റി കരയാണ്. ഈ കരയിലുള്ള ഒരു മുണ്ട് സാർ എടുത്തു കഴിഞ്ഞാൽ ഈ കർച്ചീഫ് ഇതുമായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യും. സത്യം. ആ മുണ്ടിന്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും. എടുത്തോ സാറേ. ഈ മുണ്ട് ഇതെങ്ങനെ ഈ കർച്ചീഫിന് ചേർന്ന് വേണം. അടുത്ത് മാറ്റിക്കോളൂ. സാറിന് ഇഷ്ടമായത്. സാറേ അപ്പോ ഈ മുണ്ട് ഈ കർച്ചീഫും മാത്രമല്ല, അതിന് പറ്റിയൊരു ഷർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര രസമായിരിക്കും. അടിപൊളിയായിരിക്കും. ഈ ഷർട്ട് കേട്ടോ, രസമായിരിക്കും. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞ സാറിന്റെ ഈ ഒരു ലുക്കിനെ ഷർട്ടും പാൻസും ആ കർച്ചീഫിന് മാച്ച് ചെയ്യുന്നുണ്ട്. എടുക്കട്ടെ? കുട്ടി പറഞ്ഞത് കൊണ്ട് അത് പാക്ക് ചെയ്തോളൂ. ബില്ല് സെറ്റ് ചെയ്തോളൂ. കർച്ചീഫ് വാങ്ങാൻ വന്ന ആളെ കൊണ്ട് 10-25,000 രൂപയുടെ സാധനം ഞാൻ ലഭിച്ചില്ലേ? ആണോ? എപ്പോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം തന്നെ എത്താം. ബാക്കി ഞാൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ സാറേ, നമുക്ക് ബില്ല്. ഓക്കെ, ഒരു മിനിറ്റ്. കറുത്ത തുണി ഉണ്ടോ? കറുത്ത തുണി ഒരു ചെറിയ പീസ്, ഒരു ചെറിയ വട്ടത്തിലുള്ള ഒരു ചെറിയ പീസ്. പെട്ടെന്ന്. മുട്ടുസൂചി ഉണ്ടോ? മുട്ടുസൂചി ഇവിടെ ഒന്ന് കുത്തി തരാമോ പ്ലീസ്? ഇവിടെ കുത്തിക്കോളൂ. ഓക്കെ, താങ്ക് യു. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്റെ അമ്മാവ് മരിച്ചുപോയി, അതാ ഇപ്പൊ ഫോൺ വന്നത്. ഞാനങ്ങ് പോവാണ് കേട്ടോ. അല്ല സാർ, ഷർവാണി അമ്മാവ് മരിച്ചു കിടക്കുമ്പോഴാണോ ഷർവാണി? തുണിയൊന്നും എടുത്തില്ലായിരുന്നു. തുണി എടുത്തല്ലോ, ഇത് കണ്ടില്ലേ കറുത്ത തുണി. താങ്ക് യു. കാലത്തെ കൊതിപ്പിച്ച് 10-25,000 രൂപയുടെ കച്ചവടം നടക്കുന്ന ഇതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ ലീവിന് വന്നതാണേ.
അതിനിവിടെ സാറ് ജോലി ചെയ്യണില്ലോ ലീവ് എടുക്കാനായിട്ട്? അയ്യോ അതല്ല പറഞ്ഞത്, ഞാൻ വിദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അവിടുന്ന് ലീവിനിങ് വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും എടുക്കാതെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ, ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞ് ഞാനും ഫാമിലി ആയിട്ട് സാറേ എല്ലാ കളക്ഷൻസും ഉണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി, എല്ലാരും ഉണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ. എന്താ പേര്? പ്രിയ. പ്രിയ. എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാ. ഓഹോ, എത്ര വർഷമായി ഈ ജോലി ഇവിടെ? ഇതൊരു 3 വർഷമായി. സുന്ദരിയാണ് കേട്ടോ. താങ്ക് യു സർ. ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ അല്ലേ? ഉണ്ട് സർ, ഷർട്ടൊക്കെ ഉണ്ട്, നോക്കണോ? നോക്കാം, എല്ലാം നോക്കാം. സർ ഷർട്ട് താഴെയും പാന്റ് മേളിലുമാണ്. അല്ല, ഞാൻ ഇവിടുന്ന് ഗൾഫിൽ പോകുന്ന കാലം വരെയും പാന്റ് താഴെയും ഷർട്ട് മേളിലുമായിരുന്നു. പിന്നെ ഈ മാറ്റങ്ങളൊക്കെ എപ്പോ വന്നു? അല്ല, പാന്റിന്റെ കളക്ഷൻ മേളിലും ഷർട്ടിന്റെ കളക്ഷൻ താഴെയാണ്. അങ്ങനെയായിരുന്നു. മൈ മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഗൾഫിലേക്ക് ഒരു വിസ കിട്ടിയാൽ വരാൻ താല്പര്യം ഉണ്ടല്ലോ അല്ലേ? എനിക്കോ? അയ്യോ, എന്തായാലും ഒരു സാർ അറിയണ്ട. ഇല്ല, എന്റെ കമ്പനിയുടെ മുതലാളിക്ക് 6 ടെക്സ്റ്റൈൽ ഓടി ഉണ്ട്. അതിലേക്ക് ഞാൻ കൊണ്ടുപോകും. മക്കളെ, ഇവനൊരു ജെട്ടി കൊടുക്കും. ജെട്ടിയോ? പിന്നെ ജെട്ടി മേടിക്കണ്ടേ? അല്ല, അമ്മ എന്തിനകത്ത് അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനം എടുത്തേച്ചാ പോരെ? അതിനു മുമ്പേ നിനക്കൊരു ജെട്ടി മേടിക്കണം. മക്കള് കേക്കണം, കഴിഞ്ഞ ദിവസം അപ്പുറത്തെ സുധാകരനുമായിട്ട് ഒരു വഴക്കുണ്ടായി. പറയട്ടെ ഇറക്കാം, വഴക്കുണ്ടായി. ആ വഴക്കിനിടയ്ക്ക് അവൻ വൈരാഗ്യത്തിന് അവന്റെ പട്ടീനെ അഴിച്ചു വിട്ടു. ഓടി വന്ന് ആ പട്ടി ഇവന്റെ മുണ്ടും കടിച്ചു കുറച്ചുകൊണ്ട് ഒരൊറ്റ പോക്ക്. എന്റെ പൊന്നുപുരാനെ, ഇട്ടിരുന്ന ജെട്ടിക്ക് ഒരു 35 കിഴുത്തുണ്ട്. ഞാൻ ഇവിടെ വന്ന് നാണം കെട്ടും. ഒരു ജെട്ടി അടിച്ചു കൊടുക്കും. പണ്ടാരത്തള്ള ആവശ്യമുള്ളതിനാന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് ഇറങ്ങി കടയിൽ നിന്ന്. അമ്മ ഇങ്ങോട്ട് വാ. സാരി ന്യൂ കളക്ഷൻ. അപ്പൊ ഞാൻ ചുരിദാർ എടുത്തോളാം. അയ്യോ വേണ്ട, അമ്മയ്ക്ക് ചുരിദാർ ചേരത്തില്ലല്ലോ. അമ്മ സാരി നോക്കി, ഞാൻ ചുരിദാർ എടുക്കാം. ചേട്ടാ ഇതെങ്ങനെ ഉണ്ട് ചേട്ടാ? അത് കൊള്ളാം, നിനക്ക് വേണമെങ്കിൽ അതെടുത്തു. ഇതെങ്ങനെ ഉണ്ടടാ? ഇത് നല്ലതാ. അയ്യോ അമ്മയ്ക്ക് പട്ടുസാരി അല്ല വേണ്ടത്. അമ്മ സെറ്റും ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ എടുക്കട്ടെ. രണ്ടുപേരും എനിക്ക് ആവശ്യമുള്ള സാരി മതിയടി വേണ്ട. സാരി മതി, പക്ഷെ അതുപോലെ ലൈറ്റ് കളർ എന്തെങ്കിലും എടുക്കണ്ടേ അമ്മേ? പ്രായം കൂടെ നമ്മളൊന്ന് നോക്കണമല്ലോ. സാരമില്ലടി, സ്റ്റോൺ വർക്കിന്റെ സ്റ്റോൺ വർക്കിന്റെ ഇത് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അയ്യോ ഇത് എത്ര രൂപ ഇതിന്? ഇതിന് 5000 രൂപ. എന്നാ പിന്നെ ഞാൻ എടുക്കാവേടി, ഇങ്ങോട്ട് കാണും. അയ്യോ അമ്മ എന്തോ അമ്മ ഈ പറയുന്നത്? അമ്മക്ക് ഈ 5000 ഒക്കെ എടുക്കേണ്ട കാര്യം. ഈ പ്രായത്തിൽ ഈ സൈസ് സാരി ഒന്നും ഉടുത്താ ചേരിയല്ല. അവള് കൊച്ചുപെണ്ണല്ലേ, അവൾക്കല്ലേ ഇത് നോക്ക്, ഇത് പട്ടാണ്, കാഞ്ചീപുരം പട്ടാണ്. അല്ല, എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാകുമ്പോ നമുക്ക് നോർമൽ എവിടെ വേണേലും ഉടുത്തോണ്ട് പോകാം. ഞാൻ എങ്ങനെയുണ്ട് ചേട്ടാ? ഇത് നല്ലതാ, നല്ലതാണ് ചേട്ടാ. ഞാനൊന്ന് ഉടുപ്പിച്ച് നോക്കട്ടെ. എനിക്കത് ആരെങ്കിലും ഉടുത്ത് കണ്ടാലേ എനിക്കൊരു രസം വിളിച്ചിട്ട് ഷർട്ട് ഒന്ന് നോക്കിക്കേ. അത് ഇതൊരു രസമില്ല. ഞാനേ ചുരിദാർ നോക്കിയോളാം. ചുരിദാർ മതി, അതവിടെ കിടക്കട്ടെ. മാഡം ഞാൻ എടുത്തുതരാം. ചുരിദാർ ന്യൂ ട്രെൻഡ് ഉണ്ട് മാഡം. ഏതാ ഡിസൈൻ ഉള്ളത്? ഇത് ഫ്രണ്ടിൽ വർക്കുണ്ട്. ഇത് നല്ലതാണ്. ഇതെങ്ങനെയുണ്ട്? ഇത് പുതിയ ട്രെൻഡ്. ചേരുന്നുണ്ടല്ലേ? ഞാൻ ബൊമ്മയല്ല, ഞാൻ അതിന്റെ കൂടെ വന്ന ഭർത്താവാണ്. ഇത് ഊരി വെച്ച് വേണ്ട അടുത്തേക്ക് പോകാനായിട്ട്. അയ്യോ സോറി. എനിക്ക് അമ്മയ്ക്കോ ജീൻസോ? എന്റെ അമ്മ അത് ആണുങ്ങൾ ഇടുന്നതാണ് ജീൻസ്. അമ്മ എന്തിനാ ജീൻസ് ഇടാൻ പോകുന്നത്? എന്നാ നീ ഇത് ഇടുന്നതിന് മുമ്പ് ഒരു ജെട്ടിയും കൂടെ മേടിച്ചിട്ട് ഇതങ്ങ് ഇടും. അമ്മയ്ക്ക് വല്ലതും എടുത്തായിരുന്നോ? ഇവരിതേവരെ സെലക്ട് ചെയ്തില്ലേ? ഞങ്ങള് തന്നെ ഈ കാഞ്ചീപുരം നോക്ക്, ഇത് കാഞ്ചീപുരം പട്ടാണിത്. ആണോ? ഇത് എത്ര രൂപ സാറേ? ഉഗ്ര സാധനമാണ്, 15000 രൂപയുള്ളൂ. 15000 രൂപയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അതെടുത്തോ. നീ വേറെ ഒന്നും നോക്കടി, എനിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടടി. അമ്മ ഇത് എനിക്ക് കളർ അല്ലേടാ? എനിക്ക് ഇത് വേണം. നീ അവക്ക് വേറെ ഒന്നും മേടിച്ചോ. അങ്ങനെ പറഞ്ഞു. അല്ല, അമ്മ എടുക്കാനാ? ആയിക്കോട്ടെ, നിങ്ങൾ വാങ്ങി ചകത്ത് വെക്ക്. അവര് പിടിച്ചു വലിച്ചോട്ടെ. ആന പിടിച്ചു വലിച്ച കീറാത്ത മെറ്റീരിയൽ ആണത്. അമ്മയോട് ഞാൻ പറയുന്നത് ഇത് എനിക്ക് വേണം. എടി മര്യാദയ്ക്ക് പറഞ്ഞു, പെങ്കൊച്ച എനിക്കിത് വേണം, നീ വേറെ എടുക്കാൻ പറഞ്ഞില്ലേ? ചിരിച്ചിട്ട് കാര്യമില്ല, കാശ് വെക്കണം. 15000 രൂപയുടെ മുതലാ വലിച്ചു കീറിക്കണം. ഞാൻ ഇതിനകത്ത് കാശ് നിങ്ങളല്ലേ വല്ല ആന പിടിച്ചാലും കീറിയെന്ന് പറഞ്ഞത്. ആന പിടിക്കുന്നതിന് ഒരു മയമുണ്ട്. ഇത് എന്ത് പിടുത്തോ പിടിച്ചത്? വടംവലി വലിക്കുന്ന പോലെ അവിടെ അങ്ങോട്ട് വലിച്ചു സാരിയാണത് എന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്ത സാരി ആയതുകൊണ്ടാണ് അത് കീറിപ്പോയത്. ഞാൻ കാശ് നിലവാരത്തിന്റെ വർത്തമാനം പറയരുത്. എന്റെ പൈസ കൂടെ വെച്ചിട്ട് ബാക്കിയുള്ള കച്ചവടം മതി. ഒരുമാതിരി കച്ചവടം എടുക്കരുത്. പന്ന സാരി തന്നിട്ട് 15000 രൂപ വില. ഇത് ഞങ്ങൾ വലിച്ചു കയറ്റും. എനിക്ക് കൊടുക്കുന്ന സാരിയാണ് നിന്റെ
പോലീസിനെ വിളിക്കണ്ട. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഈ സാരി ഇച്ചിരി കൂടെ നീളം ഇട്ട് തരാൻ പറ്റുമോ? എന്ത് കാര്യത്തിന്? ഈ ഫാന് കെട്ടി തൂങ്ങാനാ. ഈ രണ്ടെണ്ണത്തിനും കൂടെ ഞാൻ ജീവിച്ച് മടുത്ത്.